സൊല്യൂഷൻസ് ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ. യെസ് എടാ മക്കളെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ അല്ലേ. യെസ്, ഈ ചോദ്യം എഴുതിയാൽ മാർക്ക് കിട്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ചോദ്യം കൂടിയാണ് പോസ്റ്റർ. യെസ്, നമ്മുടെ ഇത്തവണത്തെ ഹിന്ദി ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ഒരു പോസ്റ്റർ ഇതാ മിസ് തരാൻ പോവാണ്. ഇത് പഠിക്കാതെ പോവരുതേ, നിങ്ങൾക്ക് 4 മാർക്ക് മിസ്സാവും. എന്താണ് ആ ചോദ്യം? ചോദ്യം നോക്കിക്കേ. 15 फरवरी गैलीलियो दिवस है, मान ले इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है, इसके प्रचार के लिए पोस्टर तैयार करें. പോസ്റ്റർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേന എടുക്കുക, ദെൻ എന്ത് ചെയ്യുക, 15 ഫെബ്രുവരി അണ്ടർലൈൻ ചെയ്യുക. അതെന്താണ്? അതൊരു ഡേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടോ ഗലീലിയോ ദിവസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെന്താണ്? ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്തത് വിജ്ഞാൻ പ്രദർശനി തന്നിട്ടുണ്ട് അല്ലേ. അതായത് അതും എന്താണ്? ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ആണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത്, ഇവിടെ സ്കൂൾ കണ്ടു അല്ലേ. സ്കൂളിൽ നിന്നുള്ളവർക്ക് എന്ത് ചെയ്തിടത്തോളാം, പ്ലേസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടി. അപ്പം എന്താണ് ഒരു പോസ്റ്റർ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത്? എന്താണ് പ്രോഗ്രാം? ഓക്കെ, അപ്പോൾ ഒരു സെമിനാർ ആണെങ്കിൽ സെമിനാർ ഒരു വിഷയം ഉണ്ടാവും. ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഒരു ഫിലിം കാണിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ എന്താണ്? ഒരു വിജ്ഞാൻ പ്രദർശനി ആണെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു ഡേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സമയം കൊടുക്കുക. സ്കൂളാണ് നടത്തുന്നത്, പ്ലേസ് കിട്ടി, അപ്പോൾ പ്ലേസ് ഏതാന്ന് കൊടുക്കുക. സബ്കാ സ്വാഗത. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെ വിജ്ഞാൻ പ്രദർശനി പ്രോഗ്രാമിലെ എന്താണ് നമ്മൾ എന്ത് ചെയ്തി? വിജ്ഞാൻ പ്രദർശനി എഴുതി. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് വിജ്ഞാൻ പ്രദർശനി നടക്കുന്നത്? എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? ഗലീലിയോ ദിവസ്. അതും നമ്മൾ അടിപൊളിയായിട്ട് എഴുതൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പ്രോഗ്രാം എന്താന്ന് എഴുതി. പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്നാ നടക്കുന്നത് നമ്മൾ പറയണം. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഡേറ്റ് കണ്ടുപിടിക്കാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്യാം? 15 ഫെബ്രുവരി 2025 എന്നുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. പക്ഷെ സമയം തന്നിട്ടില്ല. പക്ഷെ സമയം അറിയേണ്ട ആൾക്കാർ വരുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? സബേരെ 9 ബജെ സെ അല്ലെ കൊടുക്കുക. അല്ലെങ്കിൽ എന്താ? സുബഹ് കേട്ടോ, സുബഹ്. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഇവിടെ സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ സ്കൂൾ സഭാഗ്രഹമേ എന്നായിരിക്കും, അല്ലെങ്കിൽ സഭാ ഭവൻ. ഒന്നും കൂടി സുഖം ഇതായിരിക്കും പറയാൻ അല്ലേ. ഓക്കെ, അത് എഴുതാ. ദെൻ സബ്കാ സ്വാഗത, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം എഴുതി മാർക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടല്ലേല്ലോ. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിക്കുന്ന പോസ്റ്റർ മിസ് തന്നിട്ടുണ്ട്. യെസ്, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളുമായിട്ട് അത് വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു തരാൻ ഇന്ന് കറക്റ്റ് 5 മണിക്ക് ഒരു അടിപൊളി ലൈവായിട്ട് മിസ് വരുന്നുണ്ട്. സോ എൻ്റെ മക്കള് കറക്റ്റ് സമയത്ത് മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിപ്പോരും. ഒരിക്കലും നിങ്ങൾക്ക് ഈ ലൈവോടുകൂടി, അതായത് ലൈവ് കഴിഞ്ഞിട്ട് നിരാശയോടുകൂടി എക്സാം ഹോളിലേക്ക് കയറേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടതൊക്കെ മിസ് ലൈവിൽ തരും. സോ നമുക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പോവാം, എക്സാം എഴുതാം, തിരിച്ചു വരാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.